ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് വീഡിയോയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ സേവ് ലിസ്റ്റിൽ വെച്ചോളിട്ടോ. സാധാരണ നമ്മൾ ഫുഡ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടുതലും ഫുഡാണ് കാണിക്കൽ, പക്ഷെ ഇതിലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബീഫ് നെല്ലി പുലാവ് വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്തിട്ടോളിട്ടോ. ഇതിലുള്ള ഈ ഒരു ബീഫ് കണ്ടില്ല നിങ്ങൾ, അത്രയും സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ റൈത്തും പിന്നെ ആ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജിയും റൈസൊക്കെ കൂട്ടി കഴിച്ചോക്കാം. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് പുലാവ് ട്രൈ ചെയ്യുന്നത്. അടിപൊളി. നമ്മൾ ഇന്നുള്ളത് കൊച്ചി പാലാരിവട്ടത്തുള്ള ജാത്തറിലാണ്. കോഴിക്കോടും ഇവർക്ക് ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇവരുടെ ഏതെങ്കിലും ഔട്ട്ലെറ്റ് ഇതിന് മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഇവരുടെ ഈ ഒരു ഷോപ്പിൻ്റെ ആംബിയൻസ് ഉണ്ടാകും. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അതിൽ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഇതിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ട്രൈ ചെയ്യേണ്ട മറ്റൊരു ഐറ്റമാണ് ഈ ഒരു കോജി സമക്ക്. നല്ല ഫിഷ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും ഇഷ്ടം കേട്ടോ. ഫിഷ് വെച്ച് ഒരുപാട് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം എനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിട്ടാ. ഇതിന്റെ കൂടെ കിട്ടുന്ന ഈ ഒരു മസാല ഉണ്ട്, ഒരു മറ്റേ ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഒരു മസാല ഉണ്ട്. അത് ഈ ഒരു ഫിഷും റൈസും മസാലയും ഒക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഫിഷ് വെച്ചിട്ട് എന്ത് സംഭവം സത്യം പറഞ്ഞാൽ അത് കഴിക്കുമ്പോൾ കരുതിട്ടോ സാധാരണ ഒരു നോർമൽ ഒരു ഡിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി. ഫിഷ് ലവർ ഷുഡ് ട്രൈ ദിസ്. ചിക്കനിലുള്ളൊരു ഐറ്റമാണ് ഈ കാണുന്ന ദജാജ് ചിക്കൻ കേട്ടോ. നിങ്ങൾ ഇതുവരെ ഈ ഒരു ഐറ്റം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇവിടെ വന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ഈ ഒരു ഐറ്റത്തിന് തോന്നുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാലയും പിന്നെ അതുപോലെ ചട്നിയും ഒക്കെ കൂടി അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം കഴിക്കേണ്ടത് കേട്ടോ. അതിന് കൂടുള്ള റൈസ് ആണെങ്കിലും ഒരു യെല്ലോ റൈസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ചിക്കൻ്റെ ഒരു പീസ് ഇതിന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കൂട്ടിയിട്ട് നമുക്ക് ഈ റൈസ് കൂട്ടി മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അതിൻ്റെ കൂടിയും അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ആ ഒരു മസാല ഉണ്ടല്ലോ, ആ മസാലയും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അതൊക്കെ കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ. ചിക്കനൊക്കെ അത്രയും നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ചങ്ങൾക്ക് വീഡിയോ ഇപ്പം തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും ചിക്കൻ സുർബിയാൻ. പിന്നെ ബീഫ് മന്തിയായിരുന്നു നമ്മൾ പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊരു ബീഫ് ലവറാന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റ് ആൻഡ് ടെക്സ്ചർ ആയിട്ടുള്ള ഈ ഒരു ബീഫ് മന്തിയും എന്തായാലും ഇവിടെ വന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ നമ്മൾ മന്തിയുടെ കൂടെ ട്രൈ ചെയ്യുന്ന ആ ഒരു മയണൈസും ചട്നിയും പിന്നെ അതുപോലെ ഈ ഒരു ബീഫിൻ്റെ ഒരു പീസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ബീഫൊക്കെ കണ്ടില്ല, ഇനിയിപ്പോൾ നിങ്ങൾ തൊട്ട് നോക്കി കണ്ടില്ല, അത്രയും സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ആ ഒരു ബീഫാണ് വരുന്നത്. നമുക്ക് മയണൈസ് ഇല്ലാതെ എന്ത് മന്തിയാണല്ലേ. മയണൈസും ചട്നിയും പിന്നെ അതുപോലെ ബീഫിൻ്റെ പീസും റൈസൊക്കെ കൂട്ടി ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. അതും നല്ല അടിപൊളി ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ജാത്തറി നിങ്ങൾ ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇവരുടെ ഫുഡിൻ്റെ എല്ലാ ഐറ്റംസിനും ടേസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇവരുടെ ആംബിയൻസിൻ്റെ കൂട്ടം പറയാമെന്നുണ്ടെങ്കിൽ അതിലൊരു സ്പെഷ്യൽ സെക്ഷനാണ് ഈ ഹുക്ക ലോഞ്ച് വരുന്നുണ്ട് അവിടെ കേട്ടോ. കൂടാതെ നല്ല ഫ്രഷ് മീനും പിന്നെ അതുപോലെ നല്ല ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഗുവ സോൾട്ടും പാഷൻ ഫ്രൂട്ട് മെക്സിക്കനും ഈ രണ്ട് ഐറ്റം ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. ഇത് നിങ്ങളിവിടെ വന്നാൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗുവ സോൾട്ടിൽ ആ ഒരു ചെറിയ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും ഗുവൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പാഷൻ ഫ്രൂട്ട് അതിൻ്റെ ആ ഒരു ചെറിയ പുളിപ്പും പിന്നെ അതുപോലെ ആ ഒരു ഉപ്പും ആയിട്ട് തന്നെയാണ്. അത് രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. രണ്ട് ഡ്രിങ്കും നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ഹുക്ക ലോഞ്ചിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരുപാട് ഹുക്ക അവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ടിൻ്റെ ഏത് എസെൻസാന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് അത് യൂസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അവിടെ ഉണ്ട്. കൂടാതെ മജ്ലിസ് ഫെസിലിറ്റിയും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ ഷോപ്പിന് ഡെക്കറേഷൻ എടുത്ത് പറയേണ്ടത് കേട്ടോ. നല്ലൊരു അറബിക് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഡിസൈനിലാണ് ഇവർ ഷോപ്പൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ, ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതിൽ ഒരു എസെൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട എസെൻസ് അവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആക്കി തന്നത്. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ഹുക്ക യൂസ് ചെയ്യുന്നത്. നോൺ ആൽക്കഹോളിക് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു ഹുക്ക മെയിൻലി ഉണ്ടാവല് നൈറ്റിലാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. മാത്രമല്ല ചെറിയ കുട്ടികൾ അലൗഡ് അല്ല കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ. ഇതുപോലത്തെ ഫിഡ് വീഡിയോസും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് നിങ്ങളെ കാത്തിരിക്കും. അത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.